ഗണപതി. അപ്പം നമ്മള് ഇന്ന് വളരെ ശ്രേഷ്ഠമായ ദിവസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് ഗണേശ ചതുർത്ഥിയാണ്, വിനായക ചതുർത്ഥി എന്ന് തെക്കേ ഇന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് മലയാളികൾ വിനായക ചതുർത്ഥി എന്നാണ് പറയുന്നത്. ഇനി ആരാണ് ഗണപതി? ആരാണ് ഗണപതി? ആരാണ് ഗണപതി? മഹാദേവന്റെ പുത്രൻ, മഹാദേവരുടെയും പാർവതി ദേവിയുടെയും പുത്രൻ. ഓക്കെ, എല്ലാ പ്രതിസന്ധികളെയും തീർക്കുന്ന ഭഗവാൻ. ഓക്കെ. പിന്നെ മോദകപ്രിയൻ. അഷ്ടോത്തരനാമാവലി ചെല്ലേണ്ടി വരും. ശരി, ഓക്കെ. ഇനിയും പറയൂ 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 ഓരോന്നോരോന്ന് പറയൂ. മലച്ച് കേറിയിട്ടില്ലേ? ഉണ്ടല്ലോ, ഇപ്പൊ സ്മിതമായി സംസാരിച്ചല്ലോ. ഓക്കെ, മായയുടെ കുട്ടികളുടെ പരിപാടി ഒന്നുണ്ട്. ഓക്കെ, ഇനി എന്താ മീരാജി പറഞ്ഞോളൂ, ഗണേശനെ കുറിച്ച് പറയൂ. നമുക്ക് ഗണപതി എന്ന് പറയുന്നത് പറയൂ. അല്ല, ഏകദന്തൻ ഗണേശൻ. ഏകദന്തൻ, ഏകദന്തൻ, അങ്ങനെ പറയൂ. ഏകദന്തൻ, ലംബോദരൻ. ഇനി ഗണപതിയെ പ്രധാനമായിട്ടും ഉള്ള റോള്, അതായത് വ്യാസമഹർഷി ആരുടെ അവതാരമാണെന്നറിയാമോ? വ്യാസമഹർഷിയുടെ യഥാർത്ഥ പേരെന്താ? കൃഷ്ണദ്വൈപായന വേദവ്യാസൻ, അല്ലേ? ഭഗവാന്റെ അവതാരം തന്നെയായിരുന്നു വ്യാസമഹർഷി. വേദങ്ങളെ അതിന്റെ യഥാരീതിയില് കമ്പൈൽ ചെയ്യാനും പുരാണങ്ങളൊക്കെ എഴുതുവാനും വേണ്ടിയിട്ട് ഭഗവാൻ വ്യാസമഹർഷിയുടെ രൂപത്തിൽ വന്നു. എല്ലാ വേദങ്ങളും എഴുതി, 4 വേദങ്ങളും 18 പുരാണങ്ങളും 108 ഉപനിഷത്തുക്കളും ഒക്കെ എഴുതി. അതിലെ 2 ഇതിഹാസങ്ങളും എഴുതി. അതിലൊരു ഇതിഹാസം എഴുതിയപ്പോൾ വ്യാസമഹർഷിയുടെ കൂടെ മറ്റൊരാളും കൂടെ ഉണ്ടായിരുന്നു. ആരാത്? ഗണപതി ഭഗവാൻ. സാക്ഷാൽ മഹാഗണപതി. മഹാഭാരതം എഴുതുന്നു. വ്യാസമഹർഷിക്ക് ഒറ്റയ്ക്ക് എഴുതാൻ പറ്റാത്ത വന്ന ഒരു ഗ്രന്ഥമാണ് മഹാഭാരതം എന്ന് പറഞ്ഞാൽ. അത്രയേറെ ഭഗവാനെ കുറിച്ച് ആധികാരികമായിട്ട് എഴുതേണ്ട ഒരു ഗ്രന്ഥമാണ് മഹാഭാരതം. അതിലെ മധ്യത്തിലുള്ളതാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അർജുനനെ ഭഗവാൻ ഉപദേശിക്കുന്നതാണ്. ഇതിൽ സഹായിക്കാൻ ഒരാളും ആവശ്യമായി വരുന്ന പറയുമ്പോൾ നാരദ മഹർഷിയാണ് പറയുന്നത് അതിന് ഏറ്റവും യോഗ്യനായവൻ ഗണേശനാണെന്ന് പറഞ്ഞു. കാര്യം ഈ ഗണേശൻ ഭഗവാന്റെ മറ്റൊരു അവതാരമാണ്. അതാ പറഞ്ഞു വരുന്നത്. നമുക്കറിയാൻ വയ്യ. മഹാഭാരതം എഴുതാനാണോ പ്രഭു, അതോ നമ്മുടെ ഭാഗവതാണോ? അല്ല, മഹാഭാരതം ആണോ? അതെ, മഹാഭാരതം എഴുതുന്നു. മഹാഭാരതം അപ്പം ഇവര് ഉണ്ടായിരുന്നു. അപ്പൊ നാരദ മഹർഷിയുടെ മുന്നിൽ വ്യാസമഹർഷിയും ഗണപതിയും ഒരേപോലൊരു കണ്ടീഷൻ വെച്ചു. വ്യാസമഹർഷി പറഞ്ഞു, ഓക്കെ, കുഴപ്പമില്ല, ഗണപതി എന്നെ സഹായിക്കാൻ എഴുതാൻ വരട്ടെ, പക്ഷേ അർത്ഥം അറിയാതെ ഒരു വാക്കുപോലും എഴുതരുത് എന്നൊരു നിബന്ധന വെച്ചു. കാര്യം അർത്ഥം അറിയാതെ എഴുതി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രാസംഗികരുടെ കൂട്ടായി, ആധ്യാത്മിക പ്രഭാഷകരുടെ കൂട്ടായി പോകും. ഒരു അർത്ഥവും അറിയാതെയാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകുന്നത്. പ്രഭു, ഒരു കാര്യം,
ഈ മഹാഭാരതത്തിലെ 2 ശ്ലോകം കഴിഞ്ഞാൽ, ഞാൻ ശരിക്കും അത് വായിച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. മഹാഭാരതത്തിൽ 2 ശ്ലോകം കഴിഞ്ഞാൽ ഒരു കടങ്കഥ രൂപത്തിലുണ്ട് അത്ര രചിച്ചിട്ട്, അങ്ങനെയാണ് രചിച്ചിരിക്കണേന്ന്. എങ്ങനെ? മഹാഭാരതത്തിലെ 2 ശ്ലോകം കഴിഞ്ഞാൽ ഒരു കടങ്കഥ, അങ്ങനെ ആ രൂപത്തിലാണ് രചിച്ചിട്ടുള്ളത്. ഓക്കെ. അത് എന്തിനാ വേണ്ടിട്ടാന്ന് വെച്ചാൽ വേദവ്യാസ മഹർഷി പറയുമ്പോ ഗണപതി എഴുതാന്ന് തീരുമാനിച്ചല്ലോ. അപ്പൊ ഭയങ്കര സ്പീഡിൽ പറയണമെന്ന് പറഞ്ഞു ഗണേശൻ പറഞ്ഞു അത്ര. ബട്ട് സ്പീഡിൽ പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ആ ടൈം കിട്ടാൻ വേണ്ടിയിട്ട് വേദവ്യാസൻ അവിടെ 2 ശ്ലോകം കഴിഞ്ഞ ഒരു കടങ്കഥ പറയൂത്രേ. അങ്ങനെ സുഭാഷണത്തിൽ ഇതേപോലെ കേട്ടു. ഇവിടെ ആ കണ്ടീഷൻ ആയിരിക്കാം. ഇവിടെ കണ്ടീഷൻ വെച്ചത് ഇങ്ങനെയാണ്. ഒന്ന്, അർത്ഥം അറിയാതെ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞപ്പം ഗണേശൻ തിരിച്ച് ഒരു നിബന്ധന വെച്ചു. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയിരിക്കണം, അനർഗളമായിരിക്കണം, ശുദ്ധോടെയാണ് പറയേണ്ടത്, അത് മുറിഞ്ഞു പോകാതെ പറയണം, അനർഗളമായിരിക്കണം എന്ന് പറയും. ഈ 2 നിബന്ധനകളും പരസ്പരം ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് പിന്നെ പോകുന്നത് രണ്ടുപേരുടെയും. മഹാഗണപതി വ്യാസമഹർഷിക്കൊപ്പം നമ്മുടെ ആദി ഗുരുവുമായി. ഗണപതിയെ നമ്മളെല്ലാവരും നിർത്തേണ്ടത് ഗുരുവിന്റെ സ്ഥാനത്താണ്. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാഖയ ചക്ഷുരുന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇന്ന് മഹാഗണപതിയെ കാണുമ്പം സാക്ഷാംഗം പ്രണമിച്ച് ഏത്തമിട്ടുകൊണ്ട് പറയണം. കാര്യം, സാക്ഷാൽ ഗണപതി എഴുതിയ ഭഗവത്ഗീതയാണ് നമ്മൾ ഇന്ന് വായിക്കാൻ കാരണം. എഴുതിയ ഭഗവത്ഗീത നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് ഗണപതിയുടെ അനുവാദം ചോദിക്കണം. ഗണപതിയുടെ മുന്നിൽ ഇപ്പൊ ഒരു ബുക്ക് എഴുതിയ ഒരു പടമാണല്ലോ എപ്പോഴും കഴിക്കുന്നത്, അല്ലേ? ഇരുന്നിട്ട് ഒരു ബുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഗണപതി ഭഗവത്ഗീത എഴുതുന്നു, മഹാഭാരതം എഴുതുന്നതാണ് കാണിക്കുന്നത്. സിദ്ധി ഗണപതി, ബുദ്ധി ഗണപതി എന്ന് പറയും. അതിനൊക്കെ ഉള്ള കാര്യങ്ങൾ ഇനി പറയാൻ പോവുകയാണ്. മഹാഗണപതി ഗണങ്ങളുടെ 33 കോടി ദേവതമാരെ ഗണങ്ങളുടെ നാഥനായിട്ടാണ് ഗണപതിയെ കാണുന്നത്. നമ്മള് വിഘ്നങ്ങൾ വരാതിരിക്കാൻ മഹാഗണപതിയെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലെങ്കിൽ തേങ്ങ കൊണ്ടുപോയി ഉടയ്ക്കാറുണ്ട്, ഗണപതി ഹോമം ചെയ്യാറുണ്ട്, അല്ലേ? അതോടുകൂടി കാര്യങ്ങൾ കഴിഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കരുത്. അതായത് നമ്മുടെ ജീവിതത്തിലെ മംഗളകരമായ കാര്യങ്ങൾ ഭഗവാന്റെ സാമീപ്യത്തോടെ, ഭഗവാന്റെ സാന്നിധ്യത്തോടെ അത് മംഗളകരമായി തീരണമെങ്കിൽ മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടാകരുത്. ആ തടസ്സങ്ങൾ നീക്കം ചെയ്യാനാണ് ആദ്യമേ നമ്മൾ മഹാഗണപതിയെ വിളിക്കുന്നത്. അപ്പൊ മനസ്സിലായില്ലേ? അപ്പം ഗണപതിയുടെ അനുഗ്രഹത്തോടുകൂടി നമ്മൾ പിന്നീട് യജ്ഞത്തിലോട്ടോ ഹോമത്തിലോട്ടോ മറ്റു മംഗളകർമ്മത്തിലോട്ടോ പോവുകയാണ്. അതായത് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകണം. അതിന് ആദ്യം ഗണപതിയെ നമ്മൾ സ്തുതിക്കുന്നു. ഇത്രയും മനസ്സിലായില്ലേ? മഹാഗണപതി പാർവതിക്ക് എങ്ങനെ പിറന്നു? എങ്ങനെയാണ് മഹാഗണപതിക്ക് കിട്ടിയത്? പാർവതി ദേവിക്ക് എങ്ങനെ ഗണപതിയെ കിട്ടി? ശരിക്കും പാർവതി ദേവിക്ക് സ്വന്തമായിട്ടൊരു പുത്രം ഉണ്ടായിട്ടില്ല. സുബ്രഹ്മണ്യദേവൻ പാർവതി ദേവിയുടെ പുത്രനാണ്, മഹാദേവരുടെ പുത്രനാണ്. പക്ഷേ പാർവതി ദേവി പ്രസവിച്ചതല്ല. അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഏതൊരു അമ്മയും ആഗ്രഹിക്കുന്നതാണ് ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാൻ, ഇല്ലേ? ശരിയല്ലേ? വളരെ വിഷമത്തോടുകൂടി മഹാദേവരുടെ അടുത്ത് പറയും. അപ്പം
മഹാദേവര് പറയും, ഇപ്പം പാർവതീദേവി പറയും, പുത്രനില്ലാത്തവരുടെ ജീവിതം വ്യർത്ഥമാണ്. തപസ്, ദാനം മുതലായവ കൊണ്ട് ലഭിക്കുന്നത് ജന്മാന്തര സുഖമാണ്. സത്പുത്രനാകട്ടെ ഇഹത്തിലും പരത്തിലും സുഖപ്രദനാണ്. അപ്പം അതുകൊണ്ട് സ്വാമി തന്നെ സാംശം കൊണ്ട് സ്ത്രീയുടെ ഗർഭത്തിൽ ജനിക്കുന്നു. അങ്ങ് എല്ലാ ഉപായങ്ങൾ അറിയുന്നവനും തപസ്സുകളുടെ ഫലദാതാവുമാണല്ലോ. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും മഹാദേവനോട് ചോദിക്കുക. അങ്ങനെ പാർവതി ദേവിയുടെ ദുഃഖം ശമിപ്പിക്കാനായിട്ട് മഹാദേവര് പറയും, എല്ലാ കാര്യസിദ്ധിക്കും കാരണമായതും സുമംഗളവും മനസ്സിന് പ്രീതി ഉണ്ടാകുന്നതുമായ ഉപായം ഞാൻ പറയാം. മഹാദേവര് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുകയാണ് പാർവതി ദേവി. നമ്മളെല്ലാം കേൾക്കുന്ന മറ്റൊരു കഥകളാണ്. എങ്ങനെ വന്നതെന്ന് എനിക്കറിയത്തില്ല. ഇത് ആധികാരികമായിട്ട് ഞാൻ പറയുന്നത് ബ്രഹ്മവൈവർത്ത പുരാണം റെഫർ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അവിടെ കൃത്യമായിട്ട് പറയുന്നു, ഹരിയെ ആരാധിച്ച് വ്രതം അനുഷ്ഠിക്കുക. ഹരി ആരാ? വിഷ്ണു. വിഷ്ണു ഭഗവാൻ ആരാധിച്ച് വ്രതം അനുഷ്ഠിക്കണം. ഇത് കേട്ടിട്ടുണ്ടാവും, പുണ്യാകവ്രതം. പുണ്യാകവ്രതം അനുഷ്ഠിക്കാനാണ് മഹാദേവര് പറയുന്നത്, ഭഗവാനെ സ്മരിച്ചുകൊണ്ട്. ഭഗവാന്റെ തന്നെ ഇൻകാർണേഷൻ ആയിട്ടാണ് ഗണപതി സാക്ഷാൽ പാർവതി ദേവിക്ക് പിറക്കുന്നത്. അതുകൊണ്ടാണ് പലയിടത്തും നമ്മൾ ഫോട്ടോകൾ കണ്ടിട്ടുണ്ട്, ഉണ്ണിക്കണ്ണനും ബാലഗണപതിയും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ കണ്ടിട്ടില്ലേ? ഇതാണ് അതിന്റെ അർത്ഥം. പക്ഷെ നമുക്ക് അന്നേരവും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വരച്ചു വെച്ചിരിക്കുന്നതാണെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അല്ല, ഭഗവാന്റെ തന്നെ മറ്റൊരു അവതാരമായിട്ട്. കാര്യം, ഈ പാർവതി ദേവി ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുമ്പം ദേവകി അമ്മയെ പോലെ മഹാബലിയുടെ സഹോദരിയെ പോലെ വളരെയധികം ആഗ്രഹിച്ചു, ഭഗവാനെ പോലെ സുന്ദരനായ ഒരു കുഞ്ഞെനിക്ക് ജനിക്കണമെന്ന് പാർവതി ദേവി. അങ്ങനെ ഈ വ്രതം സർവസൗഖ്യം പ്രദാനം ചെയ്യുന്നതും പുത്രനെ നൽകുന്നതുമാണ്. എല്ലാ വ്രതങ്ങളിലും വെച്ച് ശ്രേഷ്ഠമാണ് പുണ്യാകവ്രതം. ഈ വ്രതം കൊണ്ട് ആരാധിക്കുന്നത് കൃഷ്ണനെയാണ്. കൃഷ്ണസേവ കൊണ്ട് കോടിക്കണക്കിന് പിതൃ പരമ്പരയോടുകൂടി മുക്തി പ്രാപിക്കുന്നു. ഹരിമന്ത്രം സ്വീകരിച്ച് ഹരിസേവ നടത്തുന്നവന്റെ ജന്മം സഫലമാകുന്നു. അതിനാൽ ഭവതി ഹരിമന്ത്രം സ്വീകരിച്ച് വ്രതം ആരംഭിക്കുക. ഇത്രയും പറഞ്ഞ് മഹാദേവര് ദേവിയെയും കുട്ടി ഗംഗാതീരത്ത് ചെന്നിട്ട് ഹരിമന്ത്രം ഉപദേശിച്ചു കൊടുക്കും. പൂജാവിധിയും കവചവും പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഈ പുണ്യാകവ്രതം 1 വർഷം പാർവതി ദേവി അനുഷ്ഠിക്കും. മാഘമാസത്തിലെ ശുക്ലത്രയോദശിയിൽ വ്രതം ആരംഭിക്കുന്നതാണ് ഉത്തമം. അപ്പൊ അങ്ങനെ എല്ലാത്തിനും ഓരോ കാലങ്ങളുണ്ട്. ഏതൊരു സ്ത്രീ സന്താനഭാഗ്യമില്ലാതെ കഴിയുന്നുവോ അവർ ഈ പുണ്യാകവ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുട്ടികളുണ്ടാകും. ഭഗവാന്റെ അനുഗ്രഹത്തോടെ തന്നെയുള്ള കുട്ടികളുണ്ടാകും. ഇത്തിരി പ്രയാസമാണ്, 1 വർഷം അനുഷ്ഠിക്കണം, ഇത്തിരി പ്രയാസമാണ്. പക്ഷെ ഏതൊരു കാര്യത്തിനും ഒരു സാക്രിഫൈസ് ആവശ്യമാണല്ലോ. അപ്പം അങ്ങനെ ചെയ്തിട്ട് ആണ് കിട്ടുന്നത്. അപ്പൊ ഈ പുണ്യാകവ്രത മഹാത്മ്യം കൂടെ നമ്മൾ പറയും. അപ്പൊ മനസ്സിലായല്ലേ? അങ്ങനെയാണ് ഗണേശനെ പാർവതി ദേവിക്ക് കിട്ടുന്നത്. സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് പാർവതി ദേവിയുടെ ഉദരത്തിൽ വരുന്നത്. ഈ വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ വിഷ്ണുവിന് തുല്യനായ പുത്രനെ ലഭിക്കും. ഇത് നേരത്തെ ബ്രഹ്മാവ് പറഞ്ഞതുപോലെ വ്രതം അനുഷ്ഠിച്ച ശതരൂപയ്ക്ക് പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്നീ 2 പുത്രന്മാരെ ലഭിച്ചു. പുണ്യാകവ്രതം അനുഷ്ഠിച്ച് കിട്ടിയ എവിഡൻസ് ആണ് പറയുന്നത്. ഈ വ്രതം അനുഷ്ഠിച്ചത് കൊണ്ട് ദേവഹൂതിക്ക് സിദ്ധേശ്വരനായ കപിലനെ പുത്രനായി ലഭിച്ചു. അരുന്ധതിക്ക് ശക്തി എന്ന പുത്രനെ ലഭിച്ചതും ശക്തിയുടെ പത്നിക്ക് പരാശരനെ പുത്രനായി ലഭിച്ചതും ഈ വ്രതം അനുഷ്ഠിച്ചിട്ടാണ്. അതിഥിക്ക് വാമനനെ പുത്രനായി ലഭിച്ചതും ശുചിക്ക് ജയന്തനെ ലഭിച്ചതും
ഉത്താനപാദ പത്നിക്ക് ധ്രുവനെ ലഭിച്ചതും കുബേരപത്നിക്ക് നളകുബേരനെ ലഭിച്ചതും സൂര്യപത്നിക്ക് മനുവിനെ ലഭിച്ചതും അത്രിപത്നിക്ക് ചന്ദ്രനെ ലഭിച്ചതും ഭൃഗുപത്നിക്ക് ശുക്രനെ ലഭിച്ചതും എല്ലാം ഈ വ്രതാനുഷ്ഠാനം കൊണ്ടിട്ടാണ്. ഇതൊരു എവിഡൻസ് ആണ്. ഇതാണ് എവിഡൻസ്. ആരെങ്കിലും ചോദിക്കത്തില്ലേ ഇത് കൊണ്ടിട്ട് എന്താ കാര്യം, ആർക്കൊക്കെ എന്തൊക്കെ കിട്ടി? അപ്പം ഇത് എവിഡൻസ്. ഈ വ്രതം അനുഷ്ഠിച്ചാൽ സാക്ഷാൽ കൃഷ്ണൻ തന്നെ ഭവതിക്ക് പുത്രനായി ലഭിക്കുമെന്ന് മഹാദേവര് പറയുക. ഇങ്ങനെ ബ്രഹ്മാവ് മഹാദേവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. മഹാദേവര് ബ്രഹ്മാവിനോട് ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. പാർവതി ദേവി ഇങ്ങനൊരു സങ്കടപ്പെടുന്നുണ്ട്. അങ്ങനെ ആ സങ്കടത്തിന് പരിഹാരമായിട്ട് ബ്രഹ്മാവ് മഹാദേവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് മഹാദേവര് പിന്നെ പാർവതി ദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്. അങ്ങനെ പാർവതി ദേവി അങ്ങനെ പുണ്യാകവ്രതം അനുഷ്ഠിച്ചു. അങ്ങനെ വിഷ്ണു മഹേശ്വരനോട് പ്രകാരം പറഞ്ഞു, ഭഗവാന്റെ പത്നി പുത്രലാഭത്തിനും പതി സൗഭാഗ്യവാദത്തിനും വേണ്ടി പുണ്യാകവ്രതം അനുഷ്ഠിക്കട്ടെ. ഇത് അസാധ്യവും സർവകാമങ്ങളും സുഖവും നൽകുന്നതും മോക്ഷകാരണവുമാണ്. വ്രതം കൊണ്ട് ആരാധിക്കുന്നത് ഗോലോകനാഥനെയാണ്. അദ്ദേഹം ആത്മാവിനും സർവസാക്ഷിയും ജ്യോതിരൂപനും സനാതനനും നിരാശ്രയനും നിലിപ്തനും ദുരാരാധ്യനുമാണ്. വൈഷ്ണവർക്ക് മാത്രം പ്രാപിക്കാൻ കഴിയുന്നവനാണ് വിഷ്ണു. മറ്റുള്ളവർക്ക് അദ്ദേഹം ദുരാരാധ്യനാണ്. ബ്രഹ്മവിഷ്ണു മഹേശ്വരാദികൾ അദ്ദേഹത്തിന്റെ കലകളുമാണ്. അങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ ഗുണം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ മന്ത്രമൊക്കെ കിട്ടുന്നതിന്റെ ഗുണം പറഞ്ഞു കൊടുക്കുന്നതാണ്. എങ്ങനെയാണ്? ഭാരതത്തിൽ ജന്മം ലഭിച്ചവൻ വിഷ്ണുവിനെയാണ് ആരാധിക്കേണ്ടത്. മറ്റു ദേവന്മാരെ ആശ്രയിക്കുന്നവന് 7 ജന്മങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് സൂര്യമന്ത്രം ലഭിക്കുന്നു. അങ്ങനെ 3 ജന്മങ്ങൾ കഴിയുമ്പോൾ ശൈവമന്ത്രം ലഭിക്കും. ശൈവമന്ത്രം ജപിച്ച് 7 ജന്മങ്ങൾ കഴിയുമ്പോൾ മായാമന്ത്രം ലഭിക്കും. മായാമന്ത്രം ദുർഗാദേവിയുടെ മന്ത്രം. നാരായണിയായ മായയെ 100 ജന്മം ആരാധിച്ചു കഴിയുമ്പോൾ നാരായണന്റെ ഒരു കലയെ സേവിക്കാൻ കഴിയും. നോക്കണം നമ്മൾ എത്ര ഭാഗ്യവാന്മാരാന്നുള്ളത്. 1 വർഷം ഈ കലയെ സേവിച്ചു കഴിയുമ്പോൾ വിഷ്ണു ഭക്തി ഉണ്ടാകും. നമ്മൾ ആലോചിക്കണം നമ്മൾ എത്ര ജന്മം കടന്നു വന്നിട്ടുണ്ടെന്ന്. ഭക്തന്മാരുടെ സേവ കൊണ്ട് ഈ ഭക്തി പതുക്കെ പരിപക്വമായി തീരും. പിന്നീട് അയാൾക്ക് നിർവാണ ഫലപ്രദമായ ശ്രീകൃഷ്ണ മന്ത്രം ലഭിക്കും. നോക്കണം എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയെ പറയുന്നത് ജന്മനാം സുന്ദരമായ ശ്ലോകം ഏതാണ്? ബഹൂനാം ജന്മനാമന്ധി. നോക്കൂ എത്ര കൃത്യമായിട്ടാണ് ഇത് രണ്ടും കണക്ട് ആവുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. ഇത്ര വർഷം ശൈവമന്ത്രവും സൂര്യമന്ത്രവും എല്ലാം കഴിയുമ്പോൾ വിഷ്ണുവിന്റെ ഒരു കലയാണ് സേവിക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് നമുക്ക് ഈ ഹരേകൃഷ്ണ മഹാമന്ത്രം ആർക്കെങ്കിലും ഒരാൾക്ക് അറിഞ്ഞോ അറിയാതെയോ ജപിക്കാനുള്ള ഭാഗ്യം കിട്ടിയപ്പോൾ അല്ലെങ്കിൽ ജപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ 100 ജന്മങ്ങൾ അതിനു വേണ്ടിയിട്ട് കടന്നുപോയി. അങ്ങനെ വലിയൊരു മഹാഭാഗ്യത്തിലാണ് ഈ ജന്മം നമുക്ക് കിട്ടി നിൽക്കുന്നത്. നിസാരമല്ല. നമ്മൾ തള്ളിക്കളയരുത്. പുറം കൈ കൊണ്ട് കളയേ ചെയ്യരുത്. 2 കൈയും നീട്ടി സ്വീകരിക്കണം. കൃഷ്ണഭക്തൻ കൃഷ്ണന് തുല്യനായിത്തീരും. മഹാപ്രളയത്തിൽ പോലും കൃഷ്ണഭക്തന് നാശമില്ല. കൃഷ്ണകിങ്കരന്മാർ നാശമില്ലാത്ത ഗോലോകത്തിൽ സന്തോഷത്തോടെ വസിക്കുന്നു. എല്ലാവരുടെയും സംഹർത്താവായ അങ്ങേക്ക് വിഷ്ണുഭക്തന്മാരെ ഹനിക്കാൻ സാധ്യമല്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ ബ്രഹ്മാവും മഹാദേവരും തമ്മിലുള്ള ആ സംവാദമെല്ലാം കഴിഞ്ഞ് പാർവതി ദേവിക്ക് ഭഗവാനെ കിട്ടും. ഗണപതിയെ കിട്ടും. ഗണപതിയെ കിട്ടുമ്പം എല്ലാ ദേവന്മാരും വരും. കാര്യം ഇത് സാക്ഷാൽ ഭഗവാനാണ് പിറന്നിരിക്കുന്നത്. അങ്ങനെ വന്നിട്ട് എല്ലാവരും അനുഗ്രഹിക്കാൻ തുടങ്ങും. പറയും വിഷ്ണു ആരുടെ ലോമകൂപങ്ങളിലാണോ അനേകം ബ്രഹ്മാണ്ടങ്ങൾ സ്തുതി ചെയ്യുന്നത് ആ മഹാവീരാണ് അങ്ങയുടെ ഒരു കല മാത്രം. അപ്പോൾ ഞങ്ങളെപ്പറ്റി എന്തു പറയാൻ എന്ന് പറഞ്ഞിട്ട് ദേവന്മാരെല്ലാം ഭഗവാനെ സ്തുതിച്ചു തുടങ്ങും. മഹാദേവര് പറയും ഭഗവാനെ, ജ്ഞാനത്തിന്റെ അധിഷ്ഠാന ദേവനായ ഞാൻ ജ്ഞാനത്തെക്കാൾ പരമാത്മമായിട്ടുള്ളതിനെ എങ്ങനെ സ്തുതിക്കും? ധർമ്മൻ പറയും, അദൃശ്യനായ യാതൊരുത്തനെ അവതാര രൂപത്തിൽ മാത്രം ജീവികൾ കാണുന്നു, ആ തേജോ രൂപത്തെ ഞാൻ എന്തു പറഞ്ഞ് സ്തുതിക്കും?
ദേവന്മാര് പറയും വേദങ്ങളും സരസ്വതിയും അങ്ങയെ സ്തുതിക്കാൻ ശക്തരല്ല, അപ്പോൾ അങ്ങയുടെ അംശാംശങ്ങളായി ഞങ്ങൾ എങ്ങനെ സ്തുതിക്കും? അങ്ങനെ ഓരോരുത്തരും ഒന്ന് ലക്ഷ്മി ദേവി പറയും അങ്ങയുടെ അംശരായി വിഷ്ണുവിന്റെ കാന്തയാണ് ഞാൻ, ജഗത്തിന്റെ ബീജത്തിന് തന്നെ കാരണമായി അങ്ങയെ ഞാൻ എങ്ങനെ സ്തുതിക്കും? അപ്പൊ ആർക്കും സ്തുതിക്കാൻ ശക്തിയില്ല, അതിലുപരിയാണ് ഭഗവാൻ. അങ്ങനെ മഹാദേവരെ കിട്ടിയിട്ട് എല്ലാരും വരികയാണ്, മഹാഗണപതിയെ അനുഗ്രഹിക്കാൻ വരികയാണ്. കേൾക്കുന്നുണ്ടോ? അങ്ങനെ സാക്ഷാൽ പാർവതി ദേവിക്ക് പിറക്കും. അങ്ങനെ മഹാഗണപതിയെ അനുഗ്രഹിക്കാൻ ബ്രഹ്മാവാണ് ആദ്യം അനുഗ്രഹിക്കുന്നത്. നിന്റെ യശസ് ജഗത്തിൽ നിറയട്ടെ, സർവപൂജ്യനായി ഭവിക്കട്ടെ, എല്ലാവരെക്കാളും ആദ്യം പൂജിക്കപ്പെടുന്നവനായി തീരട്ടെ എന്ന് ബ്രഹ്മാവ് ഗണപതിക്ക് അനുഗ്രഹം കൊടുക്കും. ധർമ്മൻ പറയും ഭവാൻ എന്നോട് തുല്യം ധർമ്മിഷ്ഠനായി തീരട്ടെ, സർവജ്ഞനും ദയായുക്തനും ഹരിഭക്തനും ഹരിക്ക് തുല്യനുമായി തീരട്ടെ. മഹാദേവര് പറയും എന്നെ പോലെ ദാതാവും ഹരിഭക്തനും ബുദ്ധിമാനും വിദ്യാവാനും പുണ്യവാനും ശാന്തനും ദാന്തനുമായി തീരട്ടെ. ലക്ഷ്മി ദേവി പറയും നിന്റെ ദേഹത്തിലും ഗൃഹത്തിലും എന്റെ നിരന്തര സാന്നിധ്യം ഉണ്ടാകട്ടെ, എന്നെ പോലെ ശാന്തതയും പതിവ്രതയുമായ കാന്തനെ ലഭിക്കട്ടെ. സരസ്വതി ദേവി പറയും എനിക്കുള്ളതുപോലെ സുഖവിതയും ധാരണാശക്തിയും സ്മൃതിയും വിവേചനാശക്തിയും ഉണ്ടാകട്ടെ. സാവിത്രി പറയും നീ വേദജ്ഞാനിയായി തീരട്ടെ, എന്റെ മന്ത്രം ജപിക്കുന്നവനും വേദവാദികൾക്ക് പ്രവരനുമായി തീരട്ടെ. ഹിമവാൻ പറയും ശ്രീകൃഷ്ണനിൽ നിനക്ക് കുറച്ച ഭക്തി ഉണ്ടാകട്ടെ, ശ്രീകൃഷ്ണന് തുല്യം ഗുണവാനായി തീരട്ടെ. മേന പറയും ഗാംഭീര്യം കൊണ്ട് സമുദ്രത്തെ പോലെയും സൗന്ദര്യത്തിൽ കാമനെ പോലെയും ഹരിയെ പോലെ ശ്രീയുക്തനും ധർമ്മനെ പോലെ ധർമ്മയുക്തനുമായി തീരട്ടെ. വസുന്ധര പറയും എന്നെ പോലെ ക്ഷമാശീലനും ശരണ്യനും വിഘ്ന നാശകനുമായി തീരട്ടെ. പാർവതി ദേവി പറയും താതന തുല്യം മഹായോഗിയും സിദ്ധനും സിദ്ധിപ്രദനും മൃത്യുഞ്ജയനുമായി തീരട്ടെ. ഋഷിമാരെല്ലാം മുനിമാരുമെല്ലാം ശിശുവിന് ആശസ്സുകൾ അർപ്പിച്ചു. ബ്രാഹ്മണരും വന്ദികളുമെല്ലാം മംഗളം തീർന്നു. അങ്ങനെ ഈ ഗണേശ ജന്മ കഥനം സർവവിഘ്ന വിനാശകരമാണ്. മംഗളകരമായ ഈ അധ്യായം അല്ലെങ്കിൽ ഈ കാര്യങ്ങള് ശ്രദ്ധയോടെ കേൾക്കുന്നവർക്ക് സർവമംഗളം ഉണ്ടാകും. ഇതാണ് ഗണേശ ജന്മ കഥനം. ഇവിടെ വീണ്ടും ചില കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരാൾ മാത്രം പോയില്ല ഗണപതിയെ കാണാൻ. ആരാണെന്നറിയാമോ? ശനിദേവൻ. ശനിദേവൻ പോയില്ല. അതിന് കാര്യമുണ്ട് ശനിദേവൻ പോകാത്തതിന്റെ. എന്തുകൊണ്ടാ പോവാത്തത്? ശനിയിൽ ഏറ്റവും അവസാനമായിട്ടാണ് പോകുന്നത്. അതിന് കാര്യമുണ്ട്. വായിക്കാം. ഏറ്റവും അവസാനം ശിവന്റെ പുത്രനെ കാണാനായി ശനി വന്നിരുന്നു. അത്യന്തം നമ്രവദനായി അല്പം കണ്ണടച്ച് കൃഷ്ണനെ സ്മരിച്ചുകൊണ്ടാണ് വന്നത്. വിഷ്ണു, ധർമ്മൻ, സൂര്യൻ മുതലായവരെ നമിച്ച് അവരുടെ അനുജ്ഞയോടുകൂടി ശിശുവിനെ കാണുവാൻ പുറപ്പെട്ടു. പ്രധാന കവാടത്തിലെത്തി ശിവതുല്യ പരാക്രമിയായ വിശാലാക്ഷനോട് ഇങ്ങനെ പറഞ്ഞു, ശങ്കര കിങ്കര, ശിവന്റെ അനുവാദത്തോടെ ഞാൻ ശിശുവിനെ കാണുവാൻ പോകുന്നു. പാർവതി സന്നിധിയിൽ പോകാൻ എനിക്ക് അനുവാദം തരണം. ശിശുവിനെ കണ്ടു കഴിഞ്ഞ് ഞാൻ പൊയ്ക്കോളാം. അപ്പോൾ വിശാലാക്ഷൻ പറയും, ഞാൻ ദേവന്മാരുടെ ആജ്ഞാവഹനല്ല, ശങ്കര കിങ്കരനുമല്ല, അമ്മയുടെ അനുജ്ഞ കൂടാതെ അകത്തേക്ക് വഴി തരികയുമില്ല. ഇങ്ങനെ പറഞ്ഞ് അകത്ത് പോയി പാർവതി ദേവിയുടെ ആജ്ഞ അനുസരിച്ച് ശനിയെ അകത്ത് പ്രവേശിപ്പിച്ചു. അകത്ത് കടന്ന ശനി പാർവതിയെ നമിച്ചു. ശനിയെ കണ്ട ദേവി കുശലപ്രശ്നം ആരംഭിച്ചു. എന്തുകൊണ്ടാണ് മുഖം കുനിച്ചിരിക്കുന്നത്? എന്നെയും ബാലകനെയും കാണുന്നില്ല എന്ന് പാർവതി. ഇവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. ശനിദേവൻ ഗണപതിയെയും പാർവതി ദേവിയുടെ മുഖത്തോട്ട് നോക്കുന്നില്ല. എന്തുകൊണ്ടാണ് എന്നെ കാണുന്നില്ലെന്ന് ഇരിക്കും. ശനി പറയും, എല്ലാ ജന്തുക്കളും തങ്ങളുടെ കർമ്മഫലം അനുഭവിക്കുന്നു. കർമ്മങ്ങൾ
കോടി ജന്മങ്ങൾ കഴിഞ്ഞാലും നശിക്കുകയില്ല. കർമ്മം കൊണ്ടാണ് മനുഷ്യന് ബ്രഹ്മലോകത്തിലോ ഇന്ദ്രലോകത്തിലോ എത്തിച്ചേരുന്നത്. മനുഷ്യനായി ജനിക്കുന്നതും പക്ഷിമൃഗാദികളായി ജനിക്കുന്നതുമെല്ലാം കർമ്മം കൊണ്ട് തന്നെ. ശനിദേവൻ പറയുകയാണ്, വൈകുണ്ഠത്തിലെത്തുന്നതും നരകത്തിലെത്തുന്നതും കർമ്മം കൊണ്ട് തന്നെ. സുന്ദരനാകുന്നതും വ്യാധിയുക്തനാകുന്നതും കർമ്മം കൊണ്ട് തന്നെ. വിഷയിയാകുന്നതും നിർവിഘ്നനാകുന്നതും കർമ്മം കൊണ്ട് തന്നെ. ധനവാനാകുന്നതും ദീനനാകുന്നതും കർമ്മം കൊണ്ട് തന്നെ. നല്ല കുടുംബനാഥനാകുന്നതും ബന്ധുക്കൾക്ക് ശല്യമായി തീരുന്നതും കർമ്മം കൊണ്ട് തന്നെ. നല്ല ഭാര്യയെയും പുത്രനെയും ലഭിക്കുന്നതും കർമ്മം കൊണ്ട് തന്നെ. അമ്മയുടെ മുന്നിൽ പറയാൻ കൊള്ളുകയില്ലെങ്കിലും ഗോപ്യമായ ആ കഥ ഞാൻ പറയാം എന്ന് ശനിദേവൻ പറഞ്ഞിട്ട് പറയും, ബാല്യം മുതൽ കൃഷ്ണഭക്തനാണ് ഞാൻ, പക്ഷേ തപസ്സിൽ എന്ന പോലെ ലൗകിക വിഷയങ്ങളിലും ഞാൻ ആസക്തനാണ്. ചിത്രരഥന്റെ പുത്രിയെ പിതാവ് എനിക്ക് വിവാഹം കഴിച്ചു തന്നു. അതിതേജസ്വിനിയും തപോനിരതയുമായ അവൾ ഒരിക്കൽ ഋതുസ്നാതയായ അവൾ മനോഹരമായി വേഷഭൂഷാദികൾ അണിഞ്ഞ് എന്റെ മുൻപിൽ വന്നു നിന്നു. ഹരിപാദങ്ങൾ ധ്യാനിച്ചിരുന്ന എന്നോട് എന്നെ നോക്കൂ എന്ന് പറഞ്ഞു. പക്ഷേ ധ്യാനത്തിൽ മുഴുകിയിരുന്ന ഞാൻ നോക്കിയില്ല. അങ്ങ് എന്നെ നോക്കാത്തതിനാൽ അങ്ങയുടെ ദൃഷ്ടി പതിയുന്നതൊക്കെ നശിച്ചു പോകട്ടെ എന്നവൾ ശപിച്ചു. പക്ഷേ ശാപം പിൻവലിക്കാൻ സാധിക്കാതെ അവൾ പശ്ചാത്തല വിവശയായി തീർന്നു. അമ്മേ, അതിനാൽ ഞാനൊരു വസ്തുവിനെയും കണ്ണു തുറന്നു നോക്കുകയില്ല. അതിനാൽ പ്രാണഹിംസ ഭയന്നാണ് ഞാൻ തല കുനിച്ച് നടക്കുന്നത്. ശനി പറഞ്ഞത് കേട്ട് പാർവതി ദേവി ചിരിച്ചു. ശരിക്കും ശനിദേവന്റെ ദൃഷ്ടി കൊണ്ടിട്ടാണ് മഹാഗണപതിക്ക് ശിരസ് നഷ്ടപ്പെടുന്നത്. അങ്ങനെ അവിടെ വിഷ്ണു വന്നിട്ടാണ് വീണ്ടും ആനയുടെ തലയെ അവിടെ വെക്കുന്നത്. അങ്ങനെ വിഷ്ണു വീണ്ടും ഗണേശന് അനുഗ്രഹം കൊടുക്കുകയാണ്. എല്ലാ കാര്യങ്ങൾക്കും മുഖ്യ സ്ഥാനം, അതായത് അധ്യക്ഷ സ്ഥാനം അങ്ങേക്ക് കിട്ടും എന്നുള്ളത് ഒരു കോമ്പൻസേഷൻ കൂടെ അവിടെ ഗണപതിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയാണ് ഇന്ന് ഈ ഗണേശ ജന്മദിനത്തോട് അനുബന്ധിച്ച് നമ്മൾ കേൾക്കാനുള്ള ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അപ്പം ഗണേശൻ മറ്റാരുമല്ല, ഭഗവാൻ തന്നെയാണ്. ഗണേശൻ നമ്മുടെ ഗുരുസ്ഥാനീയനാണ്. ആ ഗണേശനോട് നമ്മൾ ആത്യന്തികമായി പ്രാർത്ഥിക്കേണ്ടത് അങ്ങ് എഴുതിയ ഭഗവത്ഗീത, ആ മഹാഭാരതം ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാനും അത് പിന്തുടരുവാനും സാധിക്കണമെന്നുള്ളതാണ്. ശരിയല്ലേ? അപ്പം ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകും, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. സ്നേഹ, ഹരേ കൃഷ്ണ. ഞാൻ ഇന്നൊരു പാടാൻ പറയണമെന്ന് തോന്നിയിരുന്നു, പക്ഷെ ഞാൻ പറയാഞ്ഞത് ഇന്ന് അവിടെ കീർത്തൻ ഉണ്ടായിരുന്നല്ലോ, കീർത്തൻ സെക്ഷൻ ഇല്ലായിരുന്നോ? ഇന്ന് കീർത്തൻ സെക്ഷൻ ഇല്ലായിരുന്നോ? പിന്നെ രാവിലെ അമ്മ പറഞ്ഞു അത് ദൃഢഭക്തി ഉണ്ടായിരുന്നു, കീർത്തനായിരുന്നില്ല. നമ്മൾ പ്രഭുപാദിന്റെ വ്യാസ്പൂജന്റെ സെലിബ്രേഷൻ ചെയ്തതായിരുന്നു. അപ്പൊ അതിന് ലൈക് ക്വിസ്, ഡാൻസ്, കീർത്തൻ, പിന്നെ ഓഫറിങ്സ് വായിക്കണതും അങ്ങനെ. നരോത്തമദാസ് ഠാക്കൂറിന്റെ ഒരു പാട്ടുണ്ട്, ഹരി ഹരി വിഫലേ ജന എന്നും പറഞ്ഞൊരു പാട്ടുണ്ട്. അടുത്ത ആഴ്ച കേട്ടിട്ടുണ്ട്. എത്ര സുന്ദരമായ ഒരു പാട്ടാണെന്ന് അറിയാം. അതിനെക്കുറിച്ച് ശീലപ്രഭുപാദർ സുന്ദരമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പ്രഭുപാദരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വൈഷ്ണവ കീർത്തനങ്ങളിൽ ഒന്നാണത്. അതിനെപ്പറ്റി ദീർഘമായിട്ട് പ്രഭുപാദർ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത ആഴ്ച ആ പാട്ട് കീർത്തനം ചെയ്യണം. ഓക്കെ, ഇത്രയുമാണ് ഇന്ന്. അപ്പം ഗണേശ പ്രസാദം കിട്ടി അല്ലേ? ഇതൊക്കെ ഒരു നിമിത്തമാണ്. ഗണേശ പ്രസാദം കിട്ടി. സ്നേഹ കഴിച്ചില്ലേ ഉണ്ണിയപ്പം? അച്ഛൻ്റെ അടുത്ത് കഴിച്ചോ അതോ അച്ഛൻ എല്ലാം കൊണ്ട് കഴിച്ചോ? ഇല്ല, ഇന്ന് നമ്മൾ സാക്ഷാൽ മഹാഗണപതിയെ കുറിച്ച് കേൾക്കാൻ സാധിച്ചു. ആ സാക്ഷാൽ മഹാഗണപതി നമ്മൾ ഇവിടെ നിന്ന് പറയുകയാണ്. നമ്മുടെ വീടിന്റെ, നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ ബന്ധുമിത്രാദികളുടെ
എല്ലാ മംഗളകരമായ കർമ്മത്തിനും സന്നിധനായി എല്ലാ വിഘ്നങ്ങളും മാറ്റി ഭഗവത് പ്രസാദത്തോടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്തോടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രയത്നിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പരിപൂർണമായ വിജയം കാണണമേ എന്ന് നമുക്ക് ഒന്നുകൂടി പ്രാർത്ഥിക്കാം. മഹാഗണപതിയുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാഹയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അങ്ങേക്ക് കൽപ്പിച്ചു കിട്ടിയ ബുദ്ധിയും സിദ്ധിയും എല്ലാം വിദ്യയും എല്ലാം ഞങ്ങൾക്ക് കൂടി ഭഗവാന്റെ അനുഗ്രഹത്തോടെ കിട്ടട്ടെ. ഭഗവാനിലുള്ള ഭക്തി ഓരോ നിമിഷവും കൂടിക്കൂടി വരട്ടെ അങ്ങയുടെ തൃപ്രസാദത്താൽ. എല്ലാ വിഘ്നങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ നല്ല വഴിക്കുള്ള ഭഗവാന്റെ അനുഗ്രഹത്തിലേക്ക് പോകാനുള്ള എല്ലാ വഴിയിലുള്ള തടസ്സങ്ങളെല്ലാം അല്ലയോ മഹാഗണപതി വിഘ്നേശ്വര എല്ലാം മാറ്റി തരട്ടെ, എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. ഇനി ഈ ഗണേശന് ഈ സിദ്ധിയൊക്കെ കിട്ടിയ ഗണേശന്റെ ഗുരു ആരാണെന്നറിയാം. 33 കോടി ദേവതമാരെയും എടുത്തു നോക്കൂ, 3 പേരാണ് ഒരേ സ്ട്രക്ചറിൽ ഇരിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? 3 പേരാണ് ഒരേ സ്ട്രക്ചറിൽ ഇരിക്കുന്നത്. അതിനകത്ത് ഈ 3 പേരും തമ്മിൽ കുറച്ച് സാമ്യമുണ്ട്. ഒന്ന് കുത്തിയിരിക്കുന്നത് പേര് 2 പേരേ ഉള്ളൂ. ഒന്ന് അയ്യപ്പനും ഒന്ന് നരസിംഹ ഭഗവാനും. ശരിയല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാലില് അവർ കവചം വെച്ചിട്ട് കുത്തിയിരിക്കുന്നതായിട്ട്, പീഠത്തിൽ കുത്തിയിരിക്കുന്നത്. നരസിംഹ ഭഗവാന്റെ ഇരിപ്പും അയ്യപ്പന്റെ ഇരിപ്പും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയ്യപ്പസ്വാമിയുടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. 2 പേരും ഒരേ ഇരിപ്പാണ്, 2 പേരും ഒരേ സ്റ്റൈലാണ്. ഇനി ഗണപതി ഭഗവാന്റെ ഗുരു നരസിംഹമൂർത്തിയാണ്. അതെ, ഗണപതിയുടെ ഗുരു സാക്ഷാ നരസിംഹ ഭഗവാൻ. പറഞ്ഞു അത് ഞാൻ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ പറയാൻ. അപ്പം 2 പേരും, ഇപ്പം അയ്യപ്പനും നരസിംഹ ഭഗവാനും 33 കോടി ദേവതന്മാരിൽ കുത്തിയിരിക്കുന്ന 2 പേരുണ്ട്. കാര്യം അതുകൊണ്ട് തന്നെ നരസിംഹ ഭഗവാന്റെ മറ്റൊരു അവതാരമാണ്, യോഗഭാവമാണ് ഈ അയ്യപ്പൻ എന്ന് പറയുന്നത്. വ്യക്തമായ രേഖകളൊന്നും ശബരിമലയില് അയ്യപ്പന്റെ പ്രതിഷ്ഠ നടത്തുമ്പം ആ വിഗ്രഹം കാണുമ്പം ആദ്യം ആക്ച്വലി ശിരസ്സൊന്നും കിട്ടിയിട്ടില്ല. ശിരസ് പ്രതിഷ്ഠ നടക്കുന്നതിന് മുമ്പിട്ട് ആദിവാസികളാണ് ഈ ശിരസിനെ പിന്നീട് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇനി നരസിംഹ ഭഗവാനും ഗണപതിയും തമ്മിലൊരു സാമ്യം എന്താ? 2 പേരുടെയും ശരീരം 2ആണ്, അല്ലേ? 2 തരത്തിലാണ്. ഒന്ന് മഹാഗണപതിക്ക് ആനയുടെ തലയാണെങ്കിൽ നരസിംഹ ഭഗവാന് പകുതിമായിട്ടും പകുതി മനുഷ്യനായിട്ടുമാണ്, അല്ലേ? ഇനി നരസിംഹ ഭഗവാന്റെ ശിഷ്യനാണ് ഗണപതി. ഇതൊക്കെ വളരെ നമ്മള് വായിക്കണം, ഒരുപാട് വായിക്കണം. അത് ആധികാരികമായ രേഖകൾ എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കൃതികളൊക്കെ ആചാര്യന്മാര് രചിച്ചതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് അത് വായിക്കാനുള്ള ഇടയുണ്ടാവും. നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം കൃത്യമായിട്ട് ജപിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് വായിച്ചറിയാനുള്ളതെല്ലാം വഴിയേ വരും. ഇതാണ് സത്യം. നമ്മൾ വായിക്കാൻ തേടി പോകേണ്ട ആവശ്യമില്ല, നമ്മുടെ മുന്നിൽ വന്ന് വിടും. ഇന്ന് രാവിലെ കുട്ടികൾ സംസാരിക്കുമ്പോൾ എൻ്റെ ഈ ബുക്കില്ല. കാര്യം ബുക്ക് മറ്റേ ഫ്ലാറ്റിൽ ഇരിക്കുക, ആരെ വിളിക്കണമെന്ന് അറിയത്തില്ല, പൂട്ടിയിട്ടേക്കുക. എൻ്റെ താക്കോലുണ്ടായിരുന്നു, ഞാൻ പോയി നോക്കിയപ്പോൾ അവിടെ ആരുമില്ല, AC എല്ലാം എടുത്തുകൊണ്ട് പോയി. ഞാൻ ബുക്കെല്ലാം തേടി പിടിച്ചെടുത്തോണ്ട് വന്നു. എത്ര വർഷം മുമ്പുള്ള ബുക്കാണ്, ബ്രഹ്മവൈവർത്ത പുരാണം. ഞാൻ ഓരോന്നും ഞാൻ ലാസ്റ്റിൽ എഴുതി വെക്കും. ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ പേജ് നമ്പർ വെച്ച് എഴുതി വെച്ചിരിക്കും. അത് നോക്കുമ്പോൾ ഇന്ന ഭാഗത്തുണ്ട്, എനിക്കറിയാം ഇന്ന ഭാഗത്തുള്ളത്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഭഗവാനുമായിട്ട് അടുക്കാൻ തോന്നും. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ ഈ ഗണേശ ചതുർത്ഥി നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ഗണേശന്റെ ജന്മകഥനം നമ്മൾ വായിച്ചു, പുണ്യാകവ്രതം. നമുക്ക് ധൈര്യമായിട്ട് എല്ലാവരോടും പറയാം, സന്താന
ഭാഗ്യം ഇല്ലാതെ വരുന്നവർക്ക് പറയാം, കുറച്ച് സാക്രിഫൈസ് ആണ്, പക്ഷെ ഒരു വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും. അത് പുണ്യാക വ്രതമാണ്. 1 വർഷം നീണ്ടു നിൽക്കുന്നതായതുകൊണ്ട് മുറിയരുത്, കുറച്ച് പ്രയാസമാണ്, പക്ഷെ തീർച്ചയായിട്ടും കിട്ടുന്നത് ഭഗവാനെ പോലെ തന്നെ, ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളോടും കൂടി ഒരു കുട്ടിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട കാര്യമാണ്. എന്തെങ്കിലും പറയാനുണ്ടോ മീരാജി? ഇല്ല പ്രഭു, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കുറെ കൂടുതൽ എന്താ പറയാ, ഒട്ടും നമുക്കറിയാത്ത കുറെ കാര്യങ്ങൾ അറിഞ്ഞു. ഇങ്ങനെ കൂടിയിരിക്കുന്നത് കൊണ്ടാണ് എനിക്കും ഇത് അറിയാൻ താല്പര്യം ഉണ്ടാവുന്നതും ഞാൻ വീണ്ടും വീണ്ടും പഠിക്കുന്നത്. ഇതെല്ലാം ഞാനും മറന്നുപോയതാ. അതുകൊണ്ടാണ് ഈ കൂടിച്ചേർന്നിരുന്ന് ഭഗവാനെ പറ്റി സംസാരിക്കണമെന്ന് ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത്. ഒറ്റയ്ക്കിരുന്ന് വായിച്ച ഒന്നും നടക്കത്തില്ല. 2 പേരെങ്കിലും വേണം. ആ 2 പേരും ഭഗവാനുമായിട്ട് ഭഗവാന്റെ കാര്യങ്ങൾ സംസാരിക്കും. നമ്മൾ പണ്ടില്ല കമ്പൈൻ സ്റ്റഡി ചെയ്തില്ലേ, ഗ്രൂപ്പ് സ്റ്റഡി ആയിട്ടൊക്കെ പോകുമല്ലോ. അന്ന് ഞാൻ പോയിട്ടുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, കാര്യം പറയാൻ പോയിട്ടുള്ളത്. നമ്മളങ്ങനെ തന്നെയാ, ഞാനങ്ങനെ തന്നെയാ പോയിക്കണേ. പഠിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് വർത്തമാനം പറഞ്ഞിട്ട് നീ വരും, എന്നിട്ടൊന്നും നടക്കത്തില്ല. അപ്പം ഹരേ കൃഷ്ണ. അപ്പം മക്കള് കേൾക്കണ്ട. അതെ പറയൂ. പ്രഭുവിന് ധൈര്യമായിട്ട് പറയേ, എനിക്ക് മിണ്ടാൻ പറ്റില്ല ഇവിടെ. അതെ അതെ, അവര് കേൾക്കാം. അമ്മ അങ്ങനെ അല്ലായിരുന്നു ചോദിക്കും. അതെ അതെ, അവർക്ക് കിട്ടിയ ഒരു വടിയായിരിക്കും അല്ലേ? അതെ അതെ പ്രഭു. അതെ. അപ്പം അങ്ങനെയാണ്. എന്തായാലും വളരെ സന്തോഷം. ഇനി എന്തെങ്കിലും പരിപാടി സുമാജി, എന്താ പരിപാടി? അപ്പുറത്ത് പരിപാടി ഉണ്ടോ? നമ്മള് ഒരു ബോട്ടില് പോകുമ്പം ഈ വെള്ളം തെറിച്ച് വീഴുമല്ലോ, അതുപോലെ കണ്ടാ മതി. നമ്മള് തരണം ചെയ്യുന്ന സംസാര സാഗരം, അതുകൊണ്ടാണ് സംസാര സാഗരം എന്ന് പറഞ്ഞത്. ഒരു സമുദ്രമാണ്. ഹരേ കൃഷ്ണ. എല്ലാവരും സൂക്ഷിച്ചിരിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സന്തോഷം. ഹരേ കൃഷ്ണ പറയോ. ഹരേ കൃഷ്ണ പറഞ്ഞിരുന്നു. അപ്പൊ നമുക്കും കൗണ്ട് ഡൗൺ ചെയ്യാം. പക്ഷേ പറഞ്ഞു വന്നത്, നമ്മൾ പ്രത്യേകം നോക്കേണ്ടത് സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധി. ഭാഗവത്തിലെ പ്രഥമ ശ്ലോകം അതാണ്. സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധി കർമ്മഗ്രാഹൃഹീതാംഗം മമുദ്ധാർഭവാർണവാ ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണേയഭി ശ്രീഹൃദോസി മയാനാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. ഇത് ധ്യാന ശ്ലോകം, ആദ്യത്തെ ശ്ലോകമല്ല, ധ്യാന ശ്ലോകം, ഭാഗവതത്തിലെ ധ്യാന ശ്ലോകത്തിലുള്ളതാണ്. ഇവിടെ ആ സംസാര സാഗരത്തിലൂടെ പോകുമ്പോൾ നമ്മൾ പ്രയാസപ്പെട്ട ലോകങ്ങളാണ്, അറിയത്തില്ലേ? എന്തെല്ലാം പ്രയാസങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്, നമ്മൾ കാണുന്നത്. നമ്മൾ അനുഭവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കണ്ണു മുന്നിൽ കാണുന്നത് ഇല്ലേ? അപ്പം അങ്ങനെയുള്ള ഒരു സമുദ്രത്തിലുണ്ട്. ബോട്ടിലൂടെ നമ്മൾ പോകുമ്പോൾ കുറച്ച് ചെടി നമുക്ക് ദേഹത്ത് പടരും ഇല്ലേ? പക്ഷേ അത് കഴുകിക്കളയാനുള്ള വെള്ളവും നമുക്ക് കിട്ടും. പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഞാനൊരു ഫേസ്ബുക്കിൽ കണ്ടതാണ്. പണ്ടും ഇതേപോലെ നേരിട്ട് കണ്ടിട്ടുണ്ട്. വളരെ പ്രായം ചെന്നൊരു മനുഷ്യൻ ജീവിക്കാൻ വേണ്ടിയിട്ട് റോഡിൽ പാടുകയാണ്. ഇത്ര സുന്ദരമായ പാട്ടെന്നറിയാമോ? അപ്പം അദ്ദേഹത്തിന്റെ യോഗം അതായി. സ്റ്റേജിൽ പാടുന്നവരെക്കാൾ വളരെ ഭംഗിയായിട്ട് പാടുന്നു. ഈ ഒരു അനുഭവം എൻ്റെ അച്ഛൻ ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ ഒരു പ്രാവശ്യം ഒരു ദിവസം പ്രോഗ്രാമിന് പോകുമ്പോൾ പുനലൂരാണെന്ന് തോന്നുന്നു, ഫുട്പാത്തില് ബസ് സ്റ്റേഷന്റെ അടുത്ത് ഒരു ഭിക്ഷക്കാരൻ, യാചകൻ ഫ്ലൂട്ട് വായിക്കുന്നു. കണ്ടിട്ട് അച്ഛൻ പറഞ്ഞ അച്ഛന്റെ കൂടെ ഉള്ളവരുടെയും കണ്ണിൽ കൂടെ വെള്ളം നിറഞ്ഞെന്നാണ്. ഇത്ര സുന്ദരമായി ഫ്ലൂട്ട് വായിക്കുന്നത് വേറെ ആരെ കണ്ടിട്ടില്ല. പ്രൊഫഷണൽസ് പോലും അത്രയും സുന്ദരമായിട്ട് ഫ്ലൂട്ട് വായിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇങ്ങനെ ആയിപ്പോയി യോഗം. ഇതൊക്കെ ഓരോ കർമ്മത്തിന്റെ കളികളാണ്. നമ്മളെക്കാൾ കഴിവുള്ളവര് നമുക്കുണ്ട്. നമ്മുടെ കഴിവുകൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത്. അത് മാത്രമാണ് നമുക്ക് ഓർമ്മ വരേണ്ടത്. നമ്മളെക്കാൾ കഴിവുള്ളവര് ഉണ്ട് ലോകത്ത്. പക്ഷെ അവര് ചിലർ കഷ്ടപ്പെടുന്നുണ്ടാവാം. നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായുണ്ട് നമുക്ക് ഇത്രയൊക്കെ കഴിവുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കും. എന്തായാലും ഈ മംഗളകരമായ ദിവസത്തിൽ ഒരിക്കൽ കൂടി
സാക്ഷാൽ മഹാഗണപതിയുടെ അനുഗ്രഹം ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഭഗവത് പ്രാപ്തിക്കും ഭഗവാന്റെ അനുഗ്രഹത്തിനും വേണ്ടി. ഹരേ കൃഷ്ണ. പാഞ്ചാകൽപതരൂപ്യച്ച കൃപാസിന്ധൂപ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്രയോ ഏകോ മന്ത്രസ്യ നാമാന്യാനി കർമാപി ഏകം തസ്യ ദേവസ്യ സേവ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പൊ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. ശരി പ്രഭു. സ്നിഗ്ധ സിദ്ധ ഇല്ല, അത് ചന്തൊന്ന് കാണിക്കും. കൃഷ്ണന്റെ വേഷമൊക്കെ കെട്ടി ആകെ ക്ഷീണിച്ചു.